എല്ലാ മുതലുകളും കൈയടക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് വഖഫ് എന്ന് പറയുന്ന നിയമം നിലനിർത്തുന്നത് എന്നൊരു ആക്ഷേപമുണ്ട്. അത് വഖഫ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. മറ്റുള്ളവരുടെ ഭൂമിയല്ല വഖഫ് എന്ന് പറയുന്നത്. മുസ്ലിം സമുദായം വഖഫാക്കിയ സ്വത്തുക്കളാണ് വഖഫ് സ്വത്ത്. അക്കാര്യം എല്ലാവർക്കും അറിയാലോ. മറ്റുള്ളവരുടെ ഭൂമി തട്ടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കാട് കയറി പറയുന്നുണ്ട്. ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങളുടെ കാലത്ത് തന്നെ വഖഫ് സമ്പ്രദായം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. വരും കാലഘട്ടങ്ങളിൽ വരുന്ന പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി അന്ന് കാലം മുതൽ തന്നെ സംവിധാനിച്ച ഒരു സംവിധാനമാണ് വഖഫ്. പള്ളി, മദ്രസ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ നിർധനരെ സഹായിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി രോഗികളെ സഹായിക്കുന്ന കാര്യങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഖഫാക്കും. ആ വഖഫാക്കിയാൽ ആ വഖഫിൻ്റെ വഖഫ് ചെയ്ത ആളുടെ നിശ്ചയം എന്താണോ അതനുസരിച്ച് അത് തന്നെ അത് നിർവഹിച്ചു കൊണ്ട് പോകണം. അത് കൈകാര്യകർത്താക്കൾ ആ നിലക്ക് അതിൽ നിർവഹിക്കണമെന്നുള്ളതാണ് അതിൻ്റെ നിയമം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വഖഫാക്കിയ വസ്തു നിലനിർത്തിക്കൊണ്ട് അതിൽ ആദായം എടുത്തുകൊണ്ടായിരിക്കണം ചെലവ് നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാന മുതൽ എന്താക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല, ദാനം ചെയ്യാൻ പാടില്ല. സ്വത്ത് തന്നെ അങ്ങോട്ട് ദാനം ചെയ്യാൻ പറ്റില്ല. അതിൽ ആദായങ്ങൾ എടുത്തുകൊണ്ടേ ചെയ്യാൻ പാടുള്ളൂ. ഖിയാമം വരെ നിലനിൽക്കേണ്ട സ്വത്താണ് ഈ സ്വത്ത്. ഇതാണ് വഖഫ്. വഖഫിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇത് വഖഫാക്കി എന്നൊരാൾ പറഞ്ഞാൽ മതി. അതാണ് വഖഫ്. യൂസറായാലും ശരി, വഖഫ് റെക്കോർഡിക്കലായാലും ശരി, ഞാൻ ഇത് വഖഫാക്കിയിരിക്കുന്നു ഇന്ന ആവശ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അത് വഖഫായി. അത് പിന്നെ മാറ്റാൻ ആർക്കും കഴിയില്ല. നമ്മുടെ നാട് നിയമം അനുസരിച്ചുകൊണ്ട് അതിന് ഡീഡൊക്കെ വേണം, അത് വേറൊരു കാര്യം. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് ഞാൻ ഇത് വഖഫാക്കി എന്ന് പറഞ്ഞാൽ വഖഫാവുന്നു. എന്നാൽ മുനമ്പം വിഷയത്തിൽ അത് ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന സ്ഥാപനം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ അവർ പിന്നോക്കമായതുകൊണ്ട് കുറേ മുസ്ലിങ്ങൾ കൂടിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഫറൂഖ് കോളേജ്. ഭൗതിക മേഖലയിൽ വിദ്യാഭ്യാസം മുസ്ലിങ്ങൾക്കും അല്ലാത്തവർക്കും നൽകാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടുണ്ടാക്കിയതാണ്. അതിന് നാട്ടിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരും പലതും വഖഫാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കോഴിക്കോട് ഫറൂഖിൽ കിടക്കുന്ന ഒരു സ്ഥാപനത്തിന് തന്നെ അന്ന് ഇവിടെ എവിടെയും അങ്ങനെ ഒരു സ്ഥാപനവും പ്രസ്ഥാനവും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ കിടക്കുന്ന ഈ എറണാകുളത്ത് നടക്കുന്ന സിദ്ദീഖ് ഷെട്ടു എന്ന് പറയുന്ന മഹാമനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വലിയ ഒരു സമ്പത്ത് 404 ഏക്കർ 56 സെൻറ്റ് അദ്ദേഹം വഖഫാക്കി. അതിന് ആധാരമുണ്ട്. അതിൻ്റെ ആധാരം വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ പരലോകമോക്ഷത്തിന് വേണ്ടി അദ്ദേഹം വഖഫാക്കി എന്നതിൽ പറയുന്നുണ്ട്. അതോടുകൂടി തന്നെ 2 സ്ഥലത്ത് വഖഫ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വഖഫാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വഖഫായി, പിന്നെ അതിനൊരു എതിരുമില്ല.